കോന്നിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്ക് എന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. പരാജയം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി എന്നാണ് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ്. മോഡിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. ED പേടിച്ചിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടും ഒരു കാര്യത്തിലും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവാറില്ല. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകൻ്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണമെന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണമെന്ന്. ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ജനാധിപത്യ മര്യാദയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ജനങ്ങൾക്ക് ചോദിക്കാൻ അവരുടെ ഒരു അവകാശമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു MLA ആണോ മുഖ്യമന്ത്രിയാണോ വാഗ്ദാനം കൊടുത്ത് എലക്റ്റായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു MLAയോട് ജനങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു അവസരം തന്നില്ലേ? 2 അവസരങ്ങൾ തന്നില്ലേ? 3 അവസരങ്ങൾ തന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചോ? അത് ചോദിക്കാനാണ് ഡെമോക്രസി. അത് ചോദിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഡെമോക്രസീൻ്റെ ഭാഗമാവാൻ പാടില്ല. CPM പ്രവർത്തകനായ ദാസ് P. ജോർജ് എന്നയാളാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നും തനിക്കാണ് തെറ്റ് സംഭവിച്ചതെന്നുമാണ് 24-നോട് ദാസ് P. ജോർജിന്റെ പ്രതികരണം. ആ വേദി തെറ്റാണ്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്തു കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞു. കാരണം തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച് കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ഷിജോ കുര്യനും ആർ ശ്രീതും ചെയ്യുന്നു. ഷിജോ രാവിലെ ഈ ദാസിന്റെ വീട്ടിൽ ഷിജോ പോയതാണ്. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ വീട് ഷിജോ കണ്ടതാണ്. ഒരു പാവം വീടാണ്, ഒരു സാധു മനുഷ്യനാണ്, ഒരു പുല്ലൂട്ട് തൊഴിലാളിയാണ്, മുഖ്യമന്ത്രിയെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്ന ഒരു ഹാർഡ് കോർ അടിയുറച്ച പാർട്ടി പ്രവർത്തകനാണ്. ഒരു ആവേശത്തിൽ ചോദ്യം ഉണ്ടായിപ്പോയി. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള ആ പ്രതികരണത്തിൽ ദാസിന് സങ്കടമില്ലാത്തതാണോ അതോ മുഖ്യമന്ത്രിയോടുള്ള വലിയ ഭയഭക്തി ബഹുമാനത്തിൽ ആ സങ്കടം വേണ്ടെന്ന് വെക്കുന്നതാണോ ഷിജോ? പക്ഷേ വലിയ മനോവിഷമം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് തൻ്റെ മുഖ്യമന്ത്രിയാണ്, തൻ്റെ പാർട്ടിയാണ്. തൻ്റെ പാർട്ടിയെ യാതൊരു വിധത്തിലും പ്രതിസന്ധിയിലാക്കാൻ അല്ലെങ്കിൽ തൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രസ്ഥാനത്ത് നിർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പൂർണ്ണമായിട്ട് അത് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയോട് പലയിടങ്ങളിലായിട്ട് പല വേദികളിൽ പലതരത്തിൽ മാധ്യമപ്രവർത്തകർ അടക്കം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി രോഷാകുലനായിട്ടൊക്കെ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നലെ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ വലിയ തരത്തിൽ കേരളം നേട്ടം കൊയ്തിട്ടുണ്ട്, വലിയ വികസന പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സദസ്സിലിരുന്ന ഈ പറയുന്ന ദാസ് P. ജോർജ് എന്ന് പറയുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് സഹാവേ ഒരു ചോദ്യം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കേൾക്കാം. അത് കേട്ട ഉടൻ തന്നെ മുഖ്യമന്ത്രി പെട്ടെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി വരുന്നു. അതിങ്ങനെയാണ്, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് അല്പം ധാർഷ്ട്യത്തോടു കൂടി തന്നെയുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുഖത്ത് വീണ് കിട്ടുന്ന ഏത് വാക്കും രാഷ്ട്രീയ ആയുധമാക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അതിനപ്പുറം ഒരു 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 പാവ മനുഷ്യൻ, ഒരു സാധു അടിസ്ഥാനവർഗ കോമ്രേഡ്, ആ കോമ്രേഡിനോട് എന്ത് രോഷത്തിൻ്റെ പുറത്താണെങ്കിലും എന്ത് പ്രസംഗത്തിനിടയിലാണെങ്കിലും വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്നത് കടന്ന വർത്തമാനമാണ് ശ്രീ. അത് ആര് പറഞ്ഞാലും ശ്രീ
മുഖ്യമന്ത്രിക്ക് ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്, മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങളിലും മറ്റും പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നതിനിടയിലാണ് കോന്നിയിൽ ഇന്നലെ ആ സംഭവം ഉണ്ടാകുന്നത്. സദസ്സിൽ നിന്ന് ഒരു വികാരാവേശത്താൽ ഉയർന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി വീട്ടിൽ പോയി ചോദിക്കുമെന്നാണ്. അതായത് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന് അനുപൂരകമായ പ്രതികരണങ്ങളും ഇടപെടലുകളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന് ആ പ്രചരണത്തെ ശരിവെക്കുന്നു എന്നതാണ് ഇതിന് രാഷ്ട്രീയ പരിണതി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പോർമുഖത്ത് നിൽക്കുന്ന ഒരു മുന്നണിക്ക് ഒട്ടും ആശാസ്യമല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇന്ന് ഇടുക്കിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിക്ക് തന്റെ പിശക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം. കാരണം അങ്ങനെ പൊതുയോഗങ്ങളിൽ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ മറുപടി ഉണ്ടാകും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അർത്ഥം. മാത്രമല്ല ജി സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, ചെറ്റത്തരം എന്ന വാക്ക് താൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതെന്നാണ് അൺപാർലമെന്ററി ആയി എന്നാണ് ചോദിക്കുക. അപ്പോൾ കാലം മാറുന്നടക്കമുള്ള കാര്യങ്ങൾ, കാലം വാക്കുകളുടെ പ്രയോഗത്തിലും മറ്റും വരുത്തുന്ന മാറ്റമടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രിക്ക് ബോധ്യമില്ല എന്ന പ്രതിപക്ഷ ആരോപണമാണ് ഇവിടെ എന്തായാലും വീട്ടിൽ പോയി ചോദിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വീട് പരമദയനീയമായ വീടാണ്, കൊള്ളാവുന്ന ഒരു വീട് വെച്ച് കൊടുത്തിട്ട് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുകയാണെങ്കിൽ നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.